പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയാലും മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. വന്യ എപ്പിസ്കോപ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, ഈ പള്ളിയിലെ വികാരി, ഇത്രയും ബഹുമാനപ്പെട്ട ബാബുവച്ചൻ, പള്ളിയിലെ ട്രസ്റ്റീസ്, ഭക്തസംഘടനാ ഭാരവാഹികളെ, പ്രിയപ്പെട്ട ഗായക സംഘം, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ശുശ്രൂഷകരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ഏത് കാലത്തും വലിയ ആഘോഷത്തോടു കൂടി ദേശം കൊണ്ടാടുന്ന ഒരു സുദിനമാണ്. എത്രയോ വർഷങ്ങളായി പരിശുദ്ധനായ സഹദായുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ദേവാലയത്തിൽ ദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നും അനേകം വിശ്വാസികളിലൂടെയൊക്കെ ഒഴുകിയെത്തുന്ന ഒരു ചരിത്രമുണ്ട്. ഇന്നും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ള അനേകരുടെ സാക്ഷ്യം നമുക്ക് മുന്നിലുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ പരിശുദ്ധ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് അനുഗ്രഹം പ്രാപിച്ചതിൻ്റെ അനേകം സാക്ഷ്യം ദൈവസന്നിധിയിൽ നമുക്ക് വെളിപ്പെടുത്തുവാൻ സാധിക്കും. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യമാണ്. ആദിമ ക്രൈസ്തവ സഭയിൽ അപ്പോസ്തലന്മാരുടെ ജീവിത മാതൃകയാണ് എല്ലാവരും പിൻപറ്റിയിരുന്നത്. ഒരു സന്ദർഭത്തിൽ മരണഭയത്താൽ ഓടി ഒളിക്കേണ്ടി വന്ന അപ്പോസ്തലന്മാർക്ക് കർത്താവിൻ്റെ പുനരുത്ഥാനം നൽകിയ സമാധാനത്തിൻ്റെ സന്ദേശം അവരെ എത്രമാത്രം ബലപ്പെടുത്തി രൂപാന്തരം പ്രാപിക്കുവാൻ അവരെ സഹായിച്ചു എന്നുള്ളത് നമുക്ക് ഉത്ഥാന പെരുന്നാളിന് ശേഷമുള്ള അപ്പോസ്തലന്മാരുടെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നീടുള്ള അവരുടെ പ്രാർത്ഥന തികച്ചും വ്യത്യസ്തമായിരുന്നു. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ കഷ്ടപ്പെടുവാനും അവൻ്റെ കുരിശുമരണം അനുഭവിക്കുവാനുമുള്ളതായ ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഒരിക്കൽ മരണഭയത്താലും ഭീതിയാലും ഒളിച്ചോടിയ അപ്പോസ്തലന്മാർ പിന്നീടുള്ള ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ സമൃദ്ധമായ സമാധാനത്തിൻ്റെ അനുഭവതലത്തിൽ അവരിലുണ്ടായ മാറ്റത്തിൻ്റെ പ്രക്രിയ നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഒരു സന്ദർഭത്തിൽ വലയും വഞ്ചിയുമെല്ലാം ഉപേക്ഷിച്ച് മീൻ പിടിക്കാൻ പോകുന്ന അപ്പോസ്തല സമൂഹത്തെ നമ്മൾ കാണുന്നുണ്ട്. നിരാശയിൽ നിന്നുമാണ് സംഭവിക്കുന്നത്. വിശ്വാസം എപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നുവോ, വിശ്വാസത്തിൻ്റെ തീക്ഷ്ണമായ ഭാവത്തിൽ നിന്ന് എപ്പോഴെങ്കിലും നമുക്ക് അവിശ്വാസത്തിൻ്റെ വഴികളിലൂടെ പോകേണ്ടി വരുന്നുണ്ടോ, അപ്പോൾ നമ്മെ ബാധിക്കുന്നത്, നമ്മെ കീഴ്പ്പെടുത്തുന്ന നിരാശയാണ്. ആ നിരാശയിൽ നിന്നുമാണ് നമ്മൾ മറ്റ് പല വഴികളും ആലോചിക്കുന്നത്. അങ്ങനെ ഒരു നിരാശയിൽ നിന്നുമാണ് അപ്പോസ്തലന്മാർ തിബറിയോസ് കടൽ തീരത്ത് മണിക്കൂറുകളോളം വലയെറിയുന്നു നമ്മൾ ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. പകലന്തിയോളം തിബറിയോസ് കടലിൻ്റെ ആഴങ്ങൾ താണ്ടി അതിൻ്റെ ആഴവും പരപ്പും അതിൻ്റെ മത്സ്യസമ്പത്തിനെയും കുറിച്ച് നല്ല ബോധ്യമുള്ള അപ്പോസ്തലന്മാരാണ്. പത്രോസ് അപ്പോസ്തലൻ നേതൃത്വത്തിൽ 4 പേർ അവിടെ നിരാശരായി വിശന്നു വലഞ്ഞ് തിബറിയോസ് കടൽ തീരത്ത് വലയെറിയുന്നുണ്ട്. വെളുപ്പാങ്കാലമായപ്പോഴും ഒരു പൊടിമീൻ പോലും അവർക്ക് കിട്ടിയില്ല എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. എന്തായിരുന്നു അതിൻ്റെ കാരണം? അവരോടൊപ്പം ക്രിസ്തു ഉണ്ടായിരുന്നില്ല. അത് തന്നെയായിരുന്നു അതിൻ്റെ കാരണം. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞപ്പോൾ വലയും വഞ്ചിയും ഉപേക്ഷിച്ച് പോയവരാണ്. ക്രിസ്തുവിൻ്റെ ഉത്ഥാന പെരുന്നാൾ അവരെ എത്രമാത്രം സമ്പന്നരാക്കി എന്നുള്ളത് അവരോട് വലത്തോട്ട് മാറ്റി വലയെറിയുവാൻ ആരോ ആജ്ഞാപിക്കുന്നുണ്ട്. ആരാണെന്നോ എവിടെ നിന്നാണെന്നോ ഒന്നും അപ്പോസ്തലന്മാർ നോക്കിയില്ല. അവർ നിന്നിരുന്നതിൻ്റെ വലത്തോട്ട് മാറി വലയെറിഞ്ഞു. പിന്നെ നമ്മളിവിടെ വായിച്ച് കേൾക്കുന്നത് എത്ര നാടകീയമായ സംഭവങ്ങളാണ്. നിറയെ മത്സ്യസമ്പത്തുമായി ആ വല
കരയ്ക്കിലേക്ക് വലിച്ചു കയറ്റുവാൻ പോലും പാടുപെടുന്ന അപ്പോസ്തലന്മാരെ നമ്മളിവിടെ കാണുന്നുണ്ട്. ശൂന്യാവസ്ഥയിൽ, നിരാശയുടെ പടുകുഴിയിൽ, മരണത്തെ മുഖാമുഖം കാണുമ്പോൾ എവിടേക്ക് പോകണം, എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൻ്റെ കവലകളിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ അവിടെയാണ് നമുക്ക് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കേണ്ടുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശരായി പറഞ്ഞയക്കില്ല എന്നും എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ക്രിസ്തു അപ്പോസ്തലന്മാരെ പ്രബോധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവും രക്ഷകനുമായ ക്രിസ്തുവിനെ കൂടാതെ ഒരു നിമിഷം പോലും നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയില്ല. ക്രൂശിൽ മരിച്ചവനായ ക്രിസ്തു തൻ്റെ ശരീരം മുറിച്ച് അപ്പകഷണങ്ങളാക്കി നമുക്ക് ഭക്ഷണമായിട്ട് നൽകിയവൻ, തൻ്റെ ചുടുരക്തം പകർന്ന് നമ്മെ കുടിപ്പിച്ചവൻ, നമ്മുടെ ശരീരത്തിലും നമ്മുടെ അസ്ഥിയിലും നമ്മുടെ ആത്മാവിലും നിറഞ്ഞു നിൽക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് കാൽവരിയിലെ യാഗത്തിന് മുമ്പായി മർക്കോസിൻ്റെ മാളികയിൽ അപ്പോസ്തലന്മാരോട് പെസഹ ഒരുക്കുവാൻ ആവശ്യപ്പെടുക. അവിടെ ആദ്യമായി യെരൂശലേമിൽ നമ്മുടെ കർത്താവിന് വേണ്ടി അപ്പോസ്തലന്മാർ പെസഹ ഒരുക്കുന്നത്. വിശുദ്ധനായ എഫ്രേം പ്രകാരം എഴുതുന്നുണ്ട്, 84-ാം സങ്കീർത്തനത്തെ ഉദ്ധരിച്ചുകൊണ്ട്. 84-ാം സങ്കീർത്തനത്തിൽ പറയപ്പെടുന്ന പക്ഷി എന്ന് പറയുന്ന സഭയാണ്. കുരുകിൽ ഒരു വീടും വീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കൂട്ടിയിരിക്കുന്നു. ഞങ്ങളുടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിൻ്റെ യാഗപീഠത്തിനരികെ തന്നെ എന്ന് പറയുമ്പോൾ സഭാമക്കളുടെ ഓരോ വിശ്വാസിയുടെയും ആശ്വാസ കേന്ദ്രവും അഭയകേന്ദ്രവും ശുദ്ധമുള്ള ബലിപീഠം തന്നെയാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ കൂടാതെ ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ അംശികളായി നിരന്തരമായ വിശ്വാസ ജീവിതത്തിലൂടെ സ്ഥിരപ്പെടുവാനുള്ള വിളിയും നിയോഗവുമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. എന്നാൽ ഈ യാത്രയിൽ കഠിനമായ പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അവിടെയാണ് വിശ്വാസത്തിൽ പ്രോജ്വലിച്ചു നിൽക്കേണ്ടുന്ന നമ്മുടെ വ്യക്തിഗതമായ ജീവിതത്തിലെ ക്രിസ്തു അനുഭവം നമ്മെ എത്രമാത്രം ധന്യരാക്കി തീർക്കേണ്ടുന്നതാണ്. വലയിൽ നിന്നും കടലിൽ നിന്നും മത്സ്യ സമ്പത്തുള്ള വല കരയ്ക്ക് കയറ്റുമ്പോൾ വീണ്ടും ക്രിസ്തു ചോദിക്കുന്നുണ്ട്, മക്കളെ, തിന്നാൻ വല്ലതുമുണ്ടോ? അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്, തങ്ങളോട് വലത്തോട്ട് വീശി വലയെറിയുവാൻ പറഞ്ഞതും തങ്ങളെ സമ്പന്നമായ മത്സ്യസമ്പത്തിൻ്റെ ഉടമകളാക്കിയതിൻ്റെ പിന്നിൽ ഉദ്ധിതനായ ക്രിസ്തുവാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടാവുന്നത്. ചുട്ടമീനും ചൂടുള്ള അപ്പവും വെച്ച് കാത്തിരിക്കുന്ന ഒരു ക്രിസ്തു, ഉദ്ധിതനായ ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നു, അവരോടൊപ്പം പ്രാതൽ കഴിക്കുവാൻ. ഇത് തന്നെയാണ് നമുക്കുള്ളതായ ധൈര്യം. ഇത് തന്നെയാണ് ഉദ്ധിതനായ ക്രിസ്തു നമുക്ക് തരുന്നതായ ബലമെന്ന് പറയുന്നത്. ആ വിശ്വാസമാണ് നമ്മെ കൂടുതൽ ജ്വലിപ്പിക്കേണ്ടുന്നത്. പിതാക്കന്മാരും അപ്പോസ്തലന്മാരും സഹോദരന്മാരുമൊക്കെ തങ്ങളുടെ ജീവിതം ഹോമിച്ചത്, തങ്ങളുടെ ജീവിതം സുഗന്ധബലിയായി ക്രിസ്തുവിന് സമർപ്പിച്ചത് ഈ വിശ്വാസത്തിൻ്റെ നിഴലിലും ഈ വിശ്വാസത്തിൻ്റെ നിറവിലുമാണ്. പ്രിയമുള്ളവരെ, അബ്രഹാം പിതാവിനോട് യഹോവയായ ദൈവം കൽപ്പിക്കുന്നുണ്ട്, ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് നീ പോകണം. ഒന്നും ചോദിച്ചില്ല. അവിടെ യാതൊരു സംഭാഷണവും നടക്കില്ല, ഇറങ്ങിത്തിരിക്കുകയാണ്. അതാണ് വിശ്വാസം. യോബിൻ്റെ പുസ്തകം വായിക്കണം, വീണ്ടും വീണ്ടും വായിക്കണം. എന്താണ് യോബ് പറയുന്നത്? എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മജ്ജ മുഴുവൻ പറ്റിപ്പോയാലും ഞാൻ പറയും ദൈവം എൻ്റെ പക്ഷത്താണ് എന്ന്. അങ്ങനെയുള്ള ഒരു ജീവിതം, ലോകജീവിതത്തിൻ്റെ സുഖലോലുപതയിൽ, അതിൻ്റെ ആർഭാടത്തിൽ, അതിൻ്റെ അധികാരത്തിൽ വിരാജിക്കാവുന്ന ഒരു മനുഷ്യൻ, ഒരു പട്ടാള മേധാവി, ക്രിസ്തുവിന് വേണ്ടി സകലതും ത്യജിക്കുന്നതിൻ്റെ ഒരു ഓർമ്മയാണല്ലോ അദ്ദേഹം ജീവൻ്റെ കിരീടം പ്രാപിക്കുന്നതിലൂടെ പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദ നമുക്ക് വരച്ച് കാട്ടിത്തരുന്നത്. ലോകവും അതിൻ്റെ മോദങ്ങളും അതിൻ്റെ ഇമ്പങ്ങളും അതിനോടൊക്കെ ഒരു പരിധി വരെയെങ്കിലും നോ പറയാൻ നമുക്ക് സാധിക്കണം. എത്രമാത്രം സുഖം ലഭിച്ചാലും, എത്രമാത്രം സന്തോഷമുണ്ടായാലും, എത്രമാത്രം സ്വത്ത് വാരിക്കൂട്ടിയാലും, എത്രമാത്രം വലിയ ബംഗ്ലാവുകൾ പണിതാലും നമുക്കൊരിക്കലും മതി എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും വരുന്നില്ല. അവിടെ ഒരു വിശ്വാസരാഹിത്യമുണ്ട്.
കർത്താവിൻ്റെ കൃപയിലായിരിക്കുന്നവൻ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ, കർത്താവിൻ്റെ സ്നേഹത്തിൽ ശരണപ്പെടുന്നവൻ, അവൻ്റെ കഷ്ടപ്പാടിലും അവൻ്റെ ദുരിതത്തിലും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലും സന്തോഷിക്കേണ്ടുന്നവൻ ലോകജീവിതത്തിൻ്റെ സുഖലോലഭതകൾക്ക് അതിർവരമ്പുകൾ നിർണ്ണയിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുവാൻ പാടില്ല. എനിക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ് എന്ന് എനിക്ക് പറയുവാൻ സാധിക്കും. നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾക്കുമുള്ളതാണ്. എന്നാൽ എനിക്കുള്ളതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെതാണ് എന്ന് എനിക്കെപ്പോൾ തോന്നുന്നുവോ അന്നാണ് എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കുമുള്ളതായി മാറ്റപ്പെടുന്നത്. അതായിരിക്കണം നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ട ലോകത്തിന് മുഴുവൻ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി യാഗമായി തീർന്നവനായ ക്രിസ്തു നമ്മോട് പറയുന്നതും അത് തന്നെയാണ്. സകലർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി പകുത്തു കൊടുക്കുവാൻ, പങ്കുവയ്ക്കുവാൻ, പകരം നിൽക്കുവാൻ, അനുരഞ്ജനപ്പെടുവാൻ, അപ്രകാരം അനുരഞ്ജനത്തിൻ്റെ ആത്മാവോടുകൂടി ക്രിസ്തു സ്വഭാവത്തെ സ്വാംശീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായിട്ടുള്ള വിളിയും നിയോഗവും എന്ന് പറയുന്നത്. പെരുന്നാളിൻ്റെ ആർഭാടങ്ങളിലും അതിൻ്റെ സന്തോഷത്തിലും നമ്മൾ മതിമറക്കുമ്പോൾ അവിടെ ഒരു ത്യാഗത്തിൻ്റെ, അവിടെ ഒരു കണ്ണുനീരിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, യാഗത്തിൻ്റെ ഒരു അനുഭവതലവും കൂടിയുണ്ട്. പ്രിയമുള്ളവരെ, സ്നേഹമുള്ളവരെ, പരിശുദ്ധനായ മോർഗീവരികസഹത ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥനായിരിക്കുന്നു. നിശ്ചയമായിട്ടും നേർച്ച കാഴ്ചകളോടും വഴിപാടുകളോടും കൂടി പരിശുദ്ധനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് സ്വർഗത്തിലെ ദൈവം അനുഭവത്തിലൂടെ, സൗഖ്യത്തിലൂടെ, സമാധാനത്തിലൂടെ, സന്തോഷത്തിലൂടെ നമുക്ക് ഒത്തിരി അത്ഭുതങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തരിക തന്നെ ചെയ്യുമെന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. അത്ഭുതങ്ങളുടെ ഒരു ഉറവിടമാണല്ലോ പെരുമ്പള്ളിപ്പള്ളി. എൻ്റെ ചെറുപ്പം നാൾക്ക് മുതൽക്ക് ഈ മണ്ണിലാണ് ഞാൻ കളിച്ചു വളർന്നതും പ്രാർത്ഥിച്ചു വളർന്നതും. 7 വയസ്സുള്ളപ്പോൾ മുതൽ ഈ മദബഹായിൽ ശുശ്രൂഷിച്ചവനാണ് ഞാൻ. അന്ന് നമ്മുടെ മരിച്ചുപോയ കുഞ്ഞേട്ടനാണ് അവിടുത്തെ കപ്പിയാർ. എത്രയോ വർഷം അദ്ദേഹം ഈ മദബഹായിൽ ശുശ്രൂഷിച്ചു. ആദ്യ പാഠമൊക്കെ പറഞ്ഞു തന്നത് കുഞ്ഞേട്ടനാണ്. അന്ന് അനിയനച്ഛനും കാട്ടുമങ്ങാട്ട് മത്തായി അച്ഛനും ഒക്കെ ഒപ്പമുണ്ടായിരുന്നു. ഏറ്റവും ഇഷ്ടമായിരുന്നു പള്ളിയിൽ വരിക, ഇവിടെ താമസിക്കുക. ഇവിടെ വന്നാൽ പിന്നെ വീട്ടിൽ പോകണമെന്നില്ല. പലപ്പോഴും ശാസിച്ചാണ് പറഞ്ഞയക്കുന്നത്. വീട്ടിൽ ചെല്ലാത്തതിന് വീട്ടിൽ നിന്നും ശകാരം കിട്ടും. പക്ഷെ ഇവിടെ നിന്നും പിൻവാങ്ങുമ്പോൾ എന്തോ നഷ്ടം വന്നു പോയി എന്നുള്ള ഒരു ചിന്തയായിരുന്നു. എത്രയോ നാൾ നമ്മുടെ പഴയ പള്ളിയിൽ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട് കുഞ്ഞേട്ടൻ്റെ കൂടെ. അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരിടം, അത്രമേൽ എന്നെ കരുതിയ ഒരിടം. ജീവിതത്തിൽ ധാരാളം പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ പരാജയങ്ങളുടെ മധ്യത്തിൽ ഈ മദ്ബഹായിൽ വന്ന് കണ്ണുനീരൊഴുകി എത്രയോ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ദൈവം കൈവിട്ടില്ല എന്നുള്ളത് ഈ പരിശുദ്ധ ദൈവാലയത്തിൻ്റെ, പരിശുദ്ധനായ മോർഗീവരികസഹതായുടെ, പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥതയും പ്രാർത്ഥനയുമാണ്. പെരുമ്പള്ളി തിരുമേനി പറഞ്ഞതനുസരിച്ചാണെങ്കിലും പഴമക്കാർ പറഞ്ഞതനുസരിച്ചാണെങ്കിലും പള്ളിക്കൂടമൊക്കെ തുടങ്ങുന്നത് പെരുമ്പള്ളി തിരുമേനിയുടെ കാലത്ത് ഈ ദേശത്താണ്. അങ്ങനെ വിശുദ്ധന്മാരുടെ സഹവാസമുള്ള, വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ് കൊണ്ട് സമ്പന്നമായ, വിശുദ്ധരുടെ ജീവിതം നയിച്ച് അനേകർ ജീവിക്കുന്ന ഒരിടമാണ് പെരുമ്പള്ളിപ്പള്ളിയും നമ്മുടെ വള്ളക്കുരിശും. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമുക്കൊരുക്കി തന്നിരിക്കുന്ന സ്വർഗീയമായ അനുഭവങ്ങളാണിതെല്ലാം. അതെല്ലാം ആവോളം ആസ്വദിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. വർഷങ്ങൾ പലതും കഴിഞ്ഞു പോവുകയാണ്. നമ്മളെല്ലാവരും പ്രായമായി കൊണ്ടിരിക്കുന്നു. ഇന്ന് ഉന്നതമായൊരു പദവിയിലേക്ക് സ്വർഗത്തിലെ ദൈവം, രക്ഷകനായ ക്രിസ്തു എന്നെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നു. ഈ ദേശം, ദേശവാസികൾ എന്നോട് കാണിക്കുന്ന സ്നേഹം ഞാൻ നിങ്ങൾക്കൊന്നും ചെയ്തു തന്നിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേങ്കിൽ എന്നെ ചെറുപ്പം മുതൽ അറിയുന്ന ഒരു ദേശമാണ്. അത്രമാത്രം ഞാൻ ഈ ദേശത്തെ സ്നേഹിക്കുന്നു. അതിനെല്ലാം കാരണഭൂതനായത് പെരുമ്പള്ളി തിരുമേനിയാണ്. പുണ്യശ്ലോകനും പരിശുദ്ധനും പിതൃതുല്യനുമായ പെരുമ്പള്ളി തിരുമേനി. അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് ഇവിടെ വരുമ്പോൾ കാതുകളിൽ മുഴങ്ങി കേൾക്കുന്നത്. ആരാധനാ സൗകര്യം കൊണ്ടും മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഗാംഭീര്യം കൊണ്ടും അതിൻ്റെ ആത്മീയത കൊണ്ടും ഒരു മണൽത്തരി പോലും ഇവിടെ ഭൂമിയിലേക്ക് ഇറങ്ങാത്ത നിലയിൽ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത പ്രാർത്ഥനയിലും
ഭൂമിയിൽ സ്വർഗം ഇറങ്ങി വരുന്ന അനുഭൂതിയായിരുന്നു. അപ്രകാരം അദ്ദേഹം വിളിച്ചിറക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധ അമ്മയും ഗീവരിക സഹതായും ഒക്കെ സജീവമാകുമായിരുന്നു ഈ പരിശുദ്ധ മദ്ബഹായിൽ അദ്ദേഹത്തിൻ്റെ ആരാധനയിൽ. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അദ്ദേഹം സ്വർഗത്തിലിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ദേവാലയം ഇതുമായി ബന്ധപ്പെട്ടവർ ഞാൻ എപ്പോഴും ഓർക്കുന്നു, പ്രിയപ്പെട്ട നമ്മുടെ പാപ്പുഞ്ഞേട്ടനും അതുപോലെ തന്നെ ജിമ്മി സാറും. ഇവരെ രണ്ടുപേരെയും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ ഒക്കുകയില്ല. എത്രയോ വർഷം അവരിവിടെ പള്ളിയുടെ കൈക്കാരന്മാരായിരുന്നു. പെരുമ്പള്ളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പേരായിരുന്നു. ജിമ്മി സാറിനെ എന്ന ആ വ്യക്തിയെ മനസ്സിൽ നമുക്ക് ഒന്ന് കുറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാൻ ഒക്കുകയില്ല. ഇത്രമാത്രം ഇന്നസെൻ്റായിട്ട് ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇതുവരെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. അത്രയ്ക്ക് ശ്രേഷ്ഠനായ, അത്രയ്ക്ക് സ്നേഹനിധികളായ അനേകം ആളുകൾ പെരുമ്പള്ളി തിരുമേനിയോടൊപ്പം ഈ ദേവാലയത്തെ ധന്യമാക്കി എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നു. ഇവിടെ നിന്നും ദൈവം വേർതിരിച്ച അനുഗ്രഹീതരായ വൈദികർ, പ്രിയപ്പെട്ട കുളച്ചിറ മത്തായി അച്ഛനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ തോമസ് അച്ഛൻ പീച്ചനാട്ട്, അതുപോലെ നമ്മുടെ കണ്ണൂണത്തെ പ്രിയപ്പെട്ട അച്ഛൻ ജോണച്ചൻ തുടങ്ങി എല്ലാവരും. എൻ്റെ ഒരു ഗുരുവായിട്ട് എനിക്ക് കരുതാവുന്ന ഒരാളാണ് പ്രിയപ്പെട്ട കാട്ടുപൂങ്കാട്ടിശ്ശേരി പേരിൽ വന്നിയ ബേബി അച്ഛൻ. എൻ്റെ ആദ്യത്തെ പ്രസംഗം എനിക്ക് എഴുതി തരുന്ന ബേബി അച്ഛനാണ്. ഞാനിതെപ്പോഴും നന്ദിയോടുകൂടി ഓർക്കും. ഞാൻ എത്ര വലുതായാലും, അദ്ദേഹം എത്ര ബലഹീനനായാലും, വാർദ്ധക്യത്തിലും എന്നോട് കാണിക്കുന്ന സ്നേഹം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അങ്ങനെ ഒത്തിരി നല്ല സുന്ദരമായ ഓർമ്മകൾ എനിക്ക് തന്നിട്ടുള്ള നാടാണ്, ദേശമാണ്, ഇടവകയാണ്. എല്ലാറ്റിനും നന്ദിയുണ്ട്. എല്ലാവരോടും വാക്കുകളിൽ പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ളതായ കടമയും കടപ്പാടുമുണ്ട് ഈ അനുഗ്രഹീത ദേവാലയത്തോടും ഈ ദേശത്തോടും ദേശവാസികളോടും. നിങ്ങളുടെ പ്രാർത്ഥന തുടർന്നുമുണ്ടാകണം. ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് നിർവഹിക്കുവാൻ ഞാൻ സർവാത്മന യോഗ്യനാണോ എന്നും എനിക്കറിയില്ല. എന്നെ തിരഞ്ഞെടുത്തവൻ ദൈവമാണ്. അതിനുവേണ്ടി ശുപാർശ ചെയ്ത പരിശുദ്ധ സഭയാണ്. പരിശുദ്ധ സിംഹാസനം അപ്രകാരം ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുമ്പോൾ കാലിടറാതെ മുന്നോട്ട് പോകുവാൻ ധാരാളം വെല്ലുവിളികളുള്ള സഭാന്തരീക്ഷം, ഈ വെല്ലുവിളികൾ നേരിടുവാൻ സഭാനൗകയെ, അടിയുലയുന്ന സഭാനൗകയെ ശാന്തിയുടെ തീരത്തെത്തിക്കുവാൻ, ശാശ്വതമായ സമാധാനം, വ്യവഹാരങ്ങളും തർക്കങ്ങളും എല്ലാം അവസാനിച്ച് നമ്മുടെ ദേവാലയങ്ങളിൽ അപ്രകാരം സമാധാനം നിലനിൽക്കുവാനുള്ളതായ സൗഭാഗ്യം ഈ പരിശുദ്ധ സഭയ്ക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് കാലത്തും വ്യവഹാരവും തർക്കവുമായി നിലകൊള്ളുന്നത് ഒരു ക്രിസ്തീയ സഭയ്ക്ക് എന്നും ഒരു വിഫല സാക്ഷ്യമാണ്. നമ്മൾ മാത്രം വിചാരിച്ചാൽ അത് തീരുകയില്ല. അതിന് നമ്മുടെ സഹോദരങ്ങളായ മറുവിഭാഗവും അങ്ങനെ തീരുമാനിക്കണം. നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ലോകത്തിലെ മുഴുവൻ ക്രൈസ്തവ സഭകൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം. ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം, സമാധാനമുണ്ടാകുവാൻ. ഇന്നത്തെ പത്രം ഞാനിങ്ങോട്ട് പോരുമ്പോൾ വായിക്കുവാനിടയായി. കാശ്മീരിൽ വലിയ ഒരു സ്ഫോടനം, അല്ലെങ്കിൽ കുറേ ആളുകളെ, ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തിയ വാർത്ത കേൾക്കുകയുണ്ടായി. അല്പകാലം ശാന്തമായിരുന്നു. ആളുകളൊക്കെ കാശ്മീരിലേക്ക് അതിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാൻ കൂട്ടത്തോടെ പോകുന്ന ഒരു കാലമായി മാറിയിരുന്നു. പക്ഷേങ്കിൽ സമാധാനത്തോടെ ഈ രാജ്യത്തിന് ജീവിക്കുവാൻ അയൽ രാജ്യങ്ങൾ, അവിടുത്തെ തീവ്ര സംഘടന ഗ്രൂപ്പുകൾ അതിനനുവദിക്കാത്ത ഒരു സാഹചര്യം. ഇന്ന് ഏത് രാജ്യത്തിൻ്റെയും സ്ഥിതി ഇത് തന്നെയാണ്. തീവ്രവാദവും ഉഗ്രവാദവും ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. ഇതിനൊക്കെ എതിരായി എപ്പോഴും ശബ്ദമുയർത്തിയിരുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ പടമാണ് മലയാള മനോരമയിൽ ഇപ്പുറത്തെ സൈഡിൽ അദ്ദേഹം ശാന്തമായി അന്ത്യയാത്രയ്ക്കായി അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന പടം. അത് രണ്ടും ഞാനിന്ന് ചേർത്ത് വായിച്ചു നോക്കി. വാസ്തവത്തിൽ അവസാന മരണം വരെയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനത്തിലും ലോകത്തിൻ്റെ സമാധാനത്തിനും ശാന്തിക്കും യുദ്ധങ്ങൾ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതും, ഗാസയിലെ യുദ്ധവും ഇറാഖ് തുടങ്ങിയുള്ള പശ്ചിമേഷ്യയിലെ അസ്വസ്ഥതകളും അതുപോലെ തന്നെ റഷ്യ, ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ളതായ വർഷങ്ങൾ നീളുന്ന യുദ്ധങ്ങളും എല്ലാം അദ്ദേഹത്തെ എത്രമാത്രം നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്. ലോകം മുഴുവനും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളെ ഒത്തിരി വേദനിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനത്തിൻ്റെ അന്തരീക്ഷമാണ്. വലിയ ഒരു ശക്തി ലോകത്തിൻ്റെ സമാധാനത്തിന് ഭീഷണിയായി ഉയർന്നു വരുന്നുണ്ട്.
അത് അപകടകരമാണ്. അപകടകരമായ രീതിയിലുള്ളതായ വളർച്ച, തീവ്ര നിലപാടുകളുള്ളവരുടെ, മനുഷ്യനെ കൊതുകിനെ പോലെ ലാഘവത്തോടുകൂടി കൊന്നൊടുക്കുന്ന മനോഭാവമുള്ള മനുഷ്യർ വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. നിരാശയിലേക്ക് കുപ്പുകുത്തുമ്പോൾ മനുഷ്യർ അവലംബിക്കുന്നതായ മാർഗങ്ങൾ പലതുമാണ്. മദ്യവും മയക്കുമരുന്നും രാസലഹരിയും ഒക്കെ ഇന്ന് എല്ലായിടത്തും സുലഭമായിരിക്കുന്ന ഒരു കാലം നന്മ തിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവിടെ വലിയ ഒരു ആപത്താണ് പതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മെ എല്ലാവരെയും ഏറെ വ്യാകുലപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അവിടെയാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ അവിടുന്ന് നൽകുന്ന സമാധാനം, പുനരുത്ഥാനത്തിൻ്റെ സമാധാനം എല്ലാവരിലേക്കും ചെന്നെത്തുവാൻ തക്ക വിധം നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ സ്നേഹം വാഹകരായി, അനേകർക്ക് ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്നവരായി, പകർന്നു കൊടുക്കുന്നവരായി, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ ഓരോ നീക്കങ്ങളിലൂടെയും ക്രിസ്തു സ്വഭാവമുള്ളവരായി നമുക്ക് മാറ്റപ്പെടുവാനായിട്ട് നിരന്തരമായ പരിശ്രമം നമുക്ക് നടത്താൻ പ്രിയമുള്ളവരെ. മാർപ്പാപ്പ തിരുമേനിയുടെ വേർപാടിൽ ലോകം മുഴുവനുമാണ് ദുഃഖിക്കുന്നത്. ഒരു കത്തോലിക്ക സഭ മാത്രമല്ല, അദ്ദേഹം അത്രമേൽ ലോകം ആദരിച്ചിരുന്നൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ലോകം കാതോർക്കുമായിരുന്നു. ആ ശബ്ദം ഇനി നമ്മൾ കേൾക്കില്ല. പക്ഷേ ഈ കഴിഞ്ഞ 10-12 വർഷക്കാലത്തെ പേപ്പസി എന്നുള്ളത് അദ്ദേഹം അതിനൊരു മാനുഷിക മുഖം നൽകുകയും കർത്താവ് നടന്ന വഴികളിലൂടെ നടന്ന ഒരു പരിശുദ്ധ പിതാവ്, കർത്താവ് എടുത്തതായ ധീരമായ നടപടികൾ തുടർന്ന ഒരു അനിഷേധ്യനായ ഒരു നേതാവ്, പരമ്പരാഗതമായ സങ്കല്പങ്ങൾക്കെല്ലാം വിട നൽകി ഒരു പുതിയ ശൈലിയും പുതിയ പ്രവർത്തനവും കർത്താവിൻ്റെ സുവിശേഷത്തിന് ആനുകാലിക പ്രസക്തിയുള്ള, കാലികമായ പ്രസക്തിയുള്ള അനുഭവതലങ്ങളിലൂടെ സഞ്ചരിച്ച മനുഷ്യരിലേക്ക് സന്നിവേശിപ്പിച്ച ഒരു പരിശുദ്ധ പിതാവ്. പ്രിയപ്പെട്ട മാർപ്പാപ്പ തിരുമേനി സമാധാനത്തോടുകൂടി പോവുക. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ആയുസ്സിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ താലന്തുകളെ പൂർണ്ണതയിൽ വ്യാപാരം ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറക്കാനാവാത്ത മഹത്തായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നത് പോലെ നമുക്ക് തോന്നും. നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ വേർപാട് വലിയ വേദനയും ദുഃഖവുമാണ് ലോകത്തിന് മുഴുവനും. നമുക്ക് തുടർന്നും ആ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ വിശ്വസിക്കുന്ന പ്രകാരം അദ്ദേഹം പരിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നല്ലോ. അദ്ദേഹം തുടർന്നും ലോകത്തിന് വേണ്ടി, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി, യുദ്ധത്തിൻ്റെ ഗതിയിലായിരിക്കുന്നവർക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി, അസമാധാനമുള്ള ഓരോ ഇടങ്ങളിലും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയും പ്രാർത്ഥനയും പരിശുദ്ധനായ ഗീവറിക സഹദായുടെയൊക്കെ പ്രാർത്ഥന പോലെ ഉയർന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ കത്തോലിക്ക ആയതിൻ്റെ പിറ്റേ ദിവസം, ഇവിടെ നാട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഈ ബാബുകോശനോട് പറഞ്ഞു, എനിക്ക് തിരുമേനിയുടെ കബറിങ്ങളൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നപ്പം ഇവിടെ നിറയെ ആൾക്കാർ, ഒരു പെരുന്നാളിൻ്റെ ആളിവിടെ ഉണ്ട്. ഒത്തിരി സന്തോഷം തോന്നി. ഇനിയുമുള്ള യാത്രയിൽ ഈ പരിശുദ്ധനായ ഗീവറിക സഹദായുടെ തിരുശേഷിപ്പും പരിശുദ്ധ അമ്മയുടെ സൂനോറോയും പെരുമ്പള്ളി തിരുമേനിയുടെ അനുഗ്രഹവും പരിശുദ്ധനായ പെരുമ്പല കൊച്ചു തിരുമേനിയുടെ വിട്ടുപിരിയാത്ത സ്നേഹവും കരുതലും മധ്യസ്ഥതയും എൻ്റെ ജീവിതത്തിൽ കൂടെ ഇരുപ്പാൻ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര സ്ഥാനമാനങ്ങൾ ലഭിച്ചാലും, എത്ര കണ്ട് നമ്മൾ ഉയർന്നു പോയി എന്ന് നിങ്ങൾ കരുതിയാലും, ഞാൻ എന്നും പഴയ മനുഷ്യൻ തന്നെയാണ്. എന്നൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ നല്ലവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല മനുഷ്യരാവണം എല്ലാവരും. സ്ഥാനമാനങ്ങൾ ഒരു പക്ഷേങ്കിൽ നമുക്ക് ഓരോ സഭയുടെയും സംവിധാനങ്ങളുടെയും ആവശ്യങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ വേണം. കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ, ഞാനിവിടെ ആദ്യം വന്നപ്പോൾ നമ്മുടെ ബേബി അച്ഛൻ ഒരു കാര്യം എന്നോട് ചെവി പറഞ്ഞു. ഒന്ന് അദ്ദേഹം പറഞ്ഞു, തിരുമേനി എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ ഞാനിപ്പോൾ പറയാനുള്ള ഔദ്യോഗികമല്ല പറയുന്നത്. അപ്പോൾ പറഞ്ഞു, വാശി പിടിച്ചു, പറഞ്ഞേ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു. മറ്റൊരു കാര്യം എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ കിരീടം ഉണ്ടല്ലോ, നേരത്തെ ഒരു കിരീടം കിട്ടി, ഇപ്പോൾ കിട്ടിയിരുന്ന കിരീടം കൂടുതൽ മുള്ളുണ്ടെന്ന് ഓർമ്മ വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വളരെ ശരിയാണ്. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പറയുകയുണ്ടായി, ഈ കിരീടത്തിന് കൂടുതൽ മുള്ളുള്ള കിരീടം തന്നെയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒക്കെ നല്ലതായിട്ടൊക്കെ നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനും ഈ മുള്ളിൻ്റെ വേദനയൊന്നും ആരെയും അറിയിക്കാതെ, അതിൻ്റെ തീക്ഷ്ണഭാവം ആരെയും അറിയിക്കാതെ, കാരണം നിങ്ങളുടെ ചിരിക്കുന്ന മുഖവും എൻ്റെ ചിരിക്കുന്ന മുഖവുമാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് ചിരിച്ചുകൊണ്ടേയിരിക്കാം. ഉള്ളിൽ എത്ര വേദനയുണ്ടെങ്കിലും, എത്ര സംഘർഷമുണ്ടെങ്കിലും
അതെല്ലാം ഇല്ലാതാക്കുന്ന ഒന്നാണല്ലോ ക്രൂശിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ആ ക്രൂശിൻ്റെ സ്നേഹത്തിൽ ചാലിച്ചെടുത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്രകാരം അത് നിയോഗമായി ഏറ്റെടുത്ത് വിജയകരമായി നിവർത്തിക്കുവാൻ കർത്താവിന് കൃപയുണ്ടാകണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. സ്നേഹത്തോടെ പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പള്ളിയോടും പള്ളിക്കാര്യത്തോടും ഇവിടെയുള്ള ബഹുമാനപ്പെട്ട വൈദികരോടും എപ്പിസ്കോപ്പാച്ചന്മാരോടും എല്ലാ സ്നേഹമുള്ളവരോടും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. തമ്പുരാനെ പറ്റ അമ്മയുടെയും നമ്മുടെ കാവൽ പിതാവായ മോർ ഗീവർഗീസ് സഹദായുടെയും പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും പുണ്യശ്ലോകനും പരിശുദ്ധനുമായ പെരുമ്പള്ളി തിരുമേനിയുടെയും വിലയേറിയ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ.